കണ്ണൂർ കൊട്ടിയൂരിൽ നിന്നും മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തു. തൃശൂർ മൃഗശാലയിലേക്ക് കൊണ്ടുപോകുന്ന വഴി കോഴിക്കോട് വെച്ചാണ് കടുവ ചത്തത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വനംവകുപ്പ് അർദ്ധരാത്രി തന്നെ കടുവയെ മൃഗശാലയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കടുവയുടെ മൃതദേഹം സംസ്കരിക്കും. വിവരങ്ങളുമായി സാരംഗ് ചേരുന്നു. സാരംഗ്, കടുവയ്ക്ക് മുള്ളുവേലിയിൽ കമ്പിവേലിയിൽ കുടുങ്ങി മുറിവൊക്കെ സംഭവിച്ചിരുന്നു. അത് തന്നെ ആയിരിക്കുമോ മരണത്തിന്റെ പ്രാഥമിക കാരണമായി പറയപ്പെടുന്നത്? മോത്തി, ഇന്നലെ തന്നെ കടുവയ്ക്ക് വലിയ തോതിൽ തന്നെയുള്ള പരിക്ക് നമ്മുടെയൊക്കെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കാരണം മുൻവശത്തെ ഒരു കാലിൽ വലിയ തോതിൽ തന്നെ പരിക്കേറ്റിരുന്നു. അതുപോലെ തന്നെ മുൻപ് വേട്ടയാടുമ്പോഴാണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ പിന്നീടുള്ള പരിശോധനകൾ വരുമ്പോൾ മാത്രമേ അത് വ്യക്തമായി പുറത്തു വരികയുള്ളൂ. അതിന്റെ ഒരു ഉളിപ്പല്ല് കൂടി, വേട്ടയാടുമ്പോൾ ഉപയോഗിക്കുന്ന കൊമ്പല് കൂടി നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളൊരു കാര്യം DFO പിന്നീടുള്ള വിശദ പരിശോധനകൾക്ക് ശേഷം വെളിപ്പെടുത്തിയിരുന്നു. ഇന്നലെ എന്തായാലും നാട്ടുകാരുടെ വലിയൊരു പ്രതിഷേധമാണ് കണ്ടപുരം ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടന്നിരുന്നത്. അതിനെ തുടർന്നാണ് വനമന്ത്രിയുടെ ഓഫീസർ അർദ്ധരാത്രിയോടുകൂടി അടിയന്തര ഇടപെടൽ നടത്തിയതിനു ശേഷം തൃശൂർ മൃഗശാലയിലേക്ക് ഈ 10 വയസ്സുള്ള ആൺകടുവയെ എത്തിക്കണം എന്നുള്ള അടിയന്തര തീരുമാനമെടുക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഇവിടെ നിന്നും കടുവയെ മാറ്റുന്നത്. എന്നാൽ കോഴിക്കോട് യാത്രാമധ്യേ കോഴിക്കോട് വെച്ചാണ് കടുവ ചാവുന്നത്. എന്തായാലും തൃശ്ശൂരിലേക്ക് ഈ കടുവയെ എത്തിക്കില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കോഴിക്കോട് വെച്ച് തന്നെ കടുവയുടെ ശവം സംസ്കരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.